ദേശീയപാതയിലെ അപകടക്കെണിയായ മരുതമൂട് കൊടുംവളവിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞ കോട്ടയം സ്വദേശികളായ യാത്രക്കാർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. അപകടത്തിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം. ഈ വളവിലെ തകർന്ന ക്രാഷ് ബാരിയറാണ് വീണ്ടും ഒരു അപകടത്തിന് വഴിവെച്ചത്. ഒരു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് ലോറി ഇടിച്ച് ക്രാഷ് ബാരിയർ തകർന്നിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ തകർന്ന ഭാഗത്തിന്റെ ബാക്കി അവശേഷിച്ചിരുന്ന സുരക്ഷാവേലി കൂടി തകർത്താണ് വ്യാഴാഴ്ച രാത്രിയിൽ കാർ താഴേക്ക് പതിച്ചത്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ അപകടങ്ങൾ പതിവാകാൻ പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ക്രാഷ് ബാരിയർ തകർന്നതിന് ശേഷം മാത്രം ഈ വിടവിലൂടെ 6ഓളം വാഹനങ്ങളാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. ചെറുതും വലുതുമായി 30ഓളം അപകടങ്ങളാണ് ഈ കൊടുംവളവിൽ ഇതിനകം സംഭവിച്ചിട്ടുള്ളത്. 20ഓളം ജീവനുകൾ ഈ വളവിൽ പൊലിഞ്ഞതായാണ് കണക്ക്. നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇവിടെ ഒരു ക്രാഷ് ബാരിയർ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായത്. എന്നാൽ അത് തകർന്നിട്ടും തിരിഞ്ഞു നോക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന പ്രദേശവാസികൾ പറയുന്നു. ഈ കൊടും വളവിൽ അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് വളവിന് തൊട്ടു മുമ്പായി മുന്നറിയിപ്പ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ലൈറ്റുകൾ നാളുകളായി പ്രകാശിച്ചിട്ട്. ശബരിമല തീർത്ഥാടന കാലത്താണ് ഏറ്റവും അധികം വാഹനാപകടങ്ങൾ ഈ വളവിൽ നടക്കുന്നത്. സ്ഥിരമായി അപകടങ്ങൾ നടന്നിട്ടും ദേശീയപാത അധികൃതർ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നമ്മുടെ 36 മൈൽ മരുതമൂട് പ്രദേശത്ത് ഏതാണ്ട് 10-15 വർഷക്കാലമായിട്ട് ഈ ലവ്ലി വളവ് എന്നറിയപ്പെടുന്ന ഈ വളവില് മിക്കവാറും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20ഓളം പേര് ഇവിടുത്തെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് പലതവണയായിട്ട്. ഇത് വീണ്ടും ഇന്നലെ വൈകിട്ട് വീണ്ടും ഒരു വാഹനം രാത്രി 10 മണിയോട് മറിഞ്ഞ് ഒരാൾക്ക് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ അപകടം ഇവിടുത്തെ കാഷ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു നല്ല രീതിയിലല്ല സ്ഥാപിച്ചേക്കുന്നത്. അത് യഥാർത്ഥമായ രീതിയിൽ സ്ഥാപിച്ച് ഇവിടെ ഒരു നല്ലൊരു മതിൽക്കെട്ട് സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടുള്ളതാണ് ഈ NH റോഡിനോടനുബന്ധിച്ചുള്ള ഈ റോഡിൻ്റെ ചെരിവ് കുറച്ചുകൂടി ഒന്ന് മാറ്റിയെടുത്താൽ ഈ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. എന്തായാലും ഞങ്ങൾ അടിയന്തരമായിട്ട് നാട്ടുകാരെ എല്ലാവരുടെയും കൂടെ ഒന്നടങ്കം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. ഇതല്ലെങ്കിൽ ഏത് സമയത്ത് എപ്പോഴും ഇതിലെ നടന്നു പോകുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കെല്ലാം ഒരു അപകടാവസ്ഥയിലാണ് ഈ പ്രദേശം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇനിയും ഒരു വലിയ ദുരന്തത്തിന് കാത്തു നിൽക്കാതെ മരുതമൂട് വളവിൽ അടിയന്തരമായി പുതിയ ക്രാഷ് ബാരിയറുകളും ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്.